നമുക്ക് സ്ട്രോങ് ചായ കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ബദാം പരിപ്പ്, ഇവിടെ ഇച്ചിരി കാഷ്വാലിറ്റി നെറ്റ് കൊടുക്കാം. കാഷ്വാലിറ്റി നെട്ടല്ല, ക്യാഷ് നെറ്റ്. ഞാൻ ഡേറ്റ് കഴിഞ്ഞ കാര്യം പറഞ്ഞു. അപ്പൊ അത് മതി. അപ്പൊ ആഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനം. വേറെ പ്രശ്നമുണ്ട്. അവർ വരുന്നവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനേ കുറച്ച് കസേര, 2-3 മേശയൊക്കെ വേണം. നിങ്ങൾ പേടിക്കണ്ട, എന്റെ വീടിന് എടുക്കാം. പുത്തൻ തന്നെ മേടിക്കണം. പുത്തൻ മേടിച്ചിടണം കൊച്ചുമോനെ. അതെ, ഈ മോഹൻലാൽ വന്ന് അമ്മച്ചയും കണ്ട് ചായയും കുടിച്ചിട്ട് അങ്ങ് പോവോ അതോ എന്തെങ്കിലും കൊടുക്കൂ? കിട്ടൂടാ. ഈ പ്രായമായ അമ്മയ്ക്കായോണ്ട് ഈ മരുന്ന് വാങ്ങിക്കാൻ കുറഞ്ഞത് ഒരു 50,000 രൂപയെങ്കിലും കൊടുക്കും. പലിശക്ക് എടുക്കുവോ? അത് തന്നെ എടുക്കും. ലെഫ്റ്റനന്റ് കേരള ആയതുകൊണ്ട് ചിലപ്പോ തുകയൊന്ന് കൂടും. കേറി തരും. നീ പലിശക്ക് പൈസ ആവശ്യമില്ല. കൊച്ചുമോനെ, നീ ഒരു കാര്യം ഞാൻ മിറ്റമല്ല നല്ലപോലെ ഒന്ന് തൂത്തിടണം. പിന്നെ ഈ വാറാമാല എല്ലാം അടിക്കണം. എന്നിട്ട് നല്ലപോലെ തൂത്ത് തുടച്ച് എന്നും സൂക്ഷിക്കണം വരുന്നവരെ. ഞാനോ? നീ ലാൽ സാർ എന്ന് വരുമെന്നാ പറഞ്ഞേ? ലാൽ സാർ എന്ന് വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് 2 മാസം ഇവിടെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരുമെന്നാ മാനേജർ വിളിച്ച് പറഞ്ഞു. കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല? പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരുമെന്ന് പറഞ്ഞു. എന്റെ പൊന്ന് ലാലേട്ടാ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണേ. ഇല്ലെങ്കിൽ ഈ തള്ള ഈ വീട്ടുജോലി മൊത്തം എന്നെ കൊണ്ട് ചെയ്യും. അതോടെ എന്റെ കട്ടപ്പാട് അവിടെ തുടരുമെന്നല്ലടാ. ലാലേട്ടന്റെ സിനിമയാ തുടരും. അത് കറക്റ്റാ.